അമ്മ അപ്പച്ചിക്ക് പണ്ടേ റാമംഗളിനോട് ഭയങ്കര ഇഷ്ടമായിരുന്നല്ലേ? അങ്ങനെ വലിയൊരു ഇഷ്ടമൊന്നുമല്ല, ചെറിയൊരു അടുപ്പൊക്കെ ഉണ്ടായിരുന്നു രണ്ടുപേരും തമ്മില്. പിന്നെ എന്തോന്ന് ഈ കല്യാണാലോചന വന്നപ്പം അപ്പച്ചി സമ്മതിക്കൂല, എനിക്കിഷ്ടമല്ല എന്നൊക്കെ പറഞ്ഞേ. അതെ, അവള് കല്യാണം ഒന്നും വേണ്ടാന്ന് പറഞ്ഞ് ഇങ്ങനെ തീരുമാനിച്ചിരിക്കല്ലേ. പെട്ടെന്ന് വന്നിട്ട് കല്യാണം കഴിക്കണം, കല്യാണം നിശ്ചയിക്കാൻ പോകണമെന്നൊക്കെ കേട്ട് കഴിഞ്ഞാൽ ആരായിരുന്നാലും വേണ്ടെന്നല്ലേ പറയുള്ളൂ അല്ലേ? അങ്ങനെ ഷോക്കിൽ അങ്ങനെയല്ലേ പറയൂ, അല്ലാതെ ഇഷ്ടമല്ലാത്തൊന്നും കൊണ്ടൊന്നായിരിക്കൂല. അല്ല, എനിക്ക് മനസ്സിലാവാത്തൊരു കാര്യമാണ്, അച്ഛൻ എന്താണ് രാമങ്കളുടെ അടുത്ത് ഇത്രയും ദേഷ്യം? ഞാൻ കല്യാണം കഴിഞ്ഞ് വരുമ്പോഴേ രാമൻ ഉണ്ണിനെ രവിയേട്ടന് കണ്ണെടുത്താ കണ്ടുകൂടാ. പക്ഷെ അതിനുള്ള കാരണം എന്താണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. പണ്ടേ ഇവര് തമ്മിൽ ഒന്നിച്ചിരുന്നെങ്കിൽ ഇപ്പം അപ്പച്ചി ഗൾഫിൽ ഇരിക്കേണ്ടതായിരുന്നു. ഇനി പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, പഴയ കാര്യം നടക്കാത്തതല്ലേ. ഇനിയിപ്പം നടക്കോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് ആലോചിക്കാം. അവന്റെ കല്യാണാലോചന അങ്ങനെ മുടക്കാൻ മാത്രം അവൻ മോശ സ്വഭാവമൊന്നുമില്ല, നല്ല സ്വഭാവമുണ്ട്. പിന്നെ കുടുംബക്കാരെ അറിയാം, ബന്ധുക്കളാണ്. അപ്പൊ എല്ലാം സാഹചര്യം കൊണ്ട് ഒത്തുചേരും. പിന്നെ ജോലി, നല്ല ജോലിയാണ്, കല്യാണം കഴിഞ്ഞാൽ ഗൾഫിൽ അവന് കൊണ്ടുപോകാനും പറ്റും. പിന്നെ അതിനേക്കാളും ഒക്കെ വലിയൊരു കാര്യമുണ്ട്, ഇവരെ രണ്ടുപേരുടെയും കേസിലാണ് അമ്മയും ഉണ്ണിമാമനും തമ്മിലുള്ള പ്രശ്നങ്ങളൊക്കെ തുടങ്ങുന്നത്. ഇവരെ കല്യാണം നടന്നു കഴിഞ്ഞാൽ ആ പ്രശ്നങ്ങളൊക്കെ സോൾവ് ആവും, അവരൊരുമിക്കും, കൂടെപ്പിറപ്പുകളല്ലേ. ശരി, രാമങ്കള പാവമാണല്ലേ? നല്ല സ്വഭാവമാണ്. അവരെ കല്യാണം നടന്നിരുന്നെങ്കിൽ എനിക്കും അങ്ങ് പോവായിരുന്നു ഗൾഫിൽ. എങ്ങോട്ട്? ഗൾഫിലെ. എന്തിനീ? ആദ്യം ഇതൊന്നും നടക്കട്ടെ, എന്നിട്ട് അതൊക്കെ ആലോചിച്ചാൽ മതി. അതെ, എങ്ങനെ നടക്കും എന്നുള്ളതാണ് നമ്മൾ ഇനി ആലോചിക്കേണ്ടിരിക്കുന്നത്. അവളെ എങ്ങനെങ്കിലും പറഞ്ഞ് സമ്മതിപ്പിക്കണം. പക്ഷെ എങ്ങനെങ്കിലും പറഞ്ഞ് സമ്മതിപ്പിച്ചേ പറ്റൂ. അച്ഛമ്മ എന്തായാലും ഇത് നടത്തി എടുക്കും, അത് ഉറപ്പുള്ള കാര്യമാണ്. അതെ, അച്ഛനടുത്ത് വെറുതെ മസിൽ പിടിക്കാതെ സമ്മതിക്കാൻ പറഞ്ഞു. പ്രശ്നം എന്താന്ന് വെച്ചാ, അച്ഛമ്മയ്ക്കും നിന്റെ അച്ഛനും ഒരേപോലെ വാശിയാണ്. ആരുടെ വാശി ജയിക്കുന്നേ കണ്ടറിയണം. എന്തായാലും നമുക്ക് അപ്പച്ചി ഒന്ന് സോപ്പിടാം. അതെ, പറഞ്ഞു നോക്കി നോക്കാം. എങ്ങനെ നല്ല കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോ അവള് കേട്ടാലോ. എവിടെ അവള്? അറിഞ്ഞൂടാ, നോക്കണം. പോയി ചോദിച്ചാലോ? ചോദിക്കാം, എങ്ങനെയെങ്കിലും ഒന്ന് സമ്മതിപ്പിക്കാം ഈ കല്യാണത്തിന്. വീണുപോയി. അങ്കിള് പാട്ടൊക്കെ പാടോ? ഞാൻ പിന്നെ ഇവിടെ കഥാപ്രസംഗം നടത്തിക്കൊണ്ടിരുന്നു. പാട്ട് പാടും, പിന്നല്ലാതെ. നിങ്ങൾ അപ്പച്ചിയോട് ചോദിച്ചു നോക്ക്. നല്ലോണം പാടും. എന്റെ ഗുരു ആരാണെന്ന് അറിയാമോ? എന്റെ അപ്പച്ചി. അച്ഛമ്മ പാട്ട് പാടോ? പാടുവോന്നാ? ചെറിയ ചെറിയ അങ്ങനെ അത്രേ ഉള്ളൂ. ഗാന കോകിലം. അപ്പച്ചി 2 പാട്ട് പാടി കൊടുത്താണ്. പാട്ട് അപ്പച്ചി സ്ഥിരം കുറച്ച് പാട്ടുകളുണ്ടല്ലോ, ഓൾഡ് നമ്പേഴ്സ്. ഓൾഡ് നമ്പേഴ്സ്. എനിക്ക് ഇപ്പോഴത്തെ ന്യൂ ജൻ പാട്ടൊന്നും അറിയത്തില്ല, സത്യം. അപ്പച്ചി പാടപ്പച്ചി. പണ്ടൊക്കെ നമ്മളിങ്ങനെ ചെറുപ്പം, നിന്റെ ഒക്കെ കൂട്ട ചെറുപ്പമായിരുന്നു, അപ്പൊ കുറെ പാട്ടുകളൊക്കെ ഇങ്ങനെ കേട്ട് അതൊക്കെ ഇങ്ങനെ പഠിച്ചു വെച്ചിരിക്കും. അതാണ് ഇവൻ പറയുന്നത്. ഞാനപ്പോ പഴയ പാട്ട് പാടിയ നിനക്ക് ഇഷ്ടപ്പെടുവോ? എന്നാ ശരി, കൊറേ വർഷം മുമ്പുള്ള ഒരു പാട്ട്, ഒരു താരാട്ട് പാട്ടാണ്. പാടട്ടെ? പാട്ടുപാടി ഉറക്കാം ഞാൻ താമര പൂമ്പൈതലേ, കേട്ടു കേട്ടു നീയുറങ്ങൻ കരളിൻ്റെ കാതലേ, കരളിൻ്റെ കാതലേ. പാട്ടുപാടി ഉറക്കാം ഞാൻ താമര പൂമ്പൈതലേ, കേട്ടു കേട്ടു നീയുറങ്ങൻ കരളിൻ്റെ കാതലേ, കരളിൻ്റെ കാതലേ. കേറി വാ അങ്ങോട്ട്. അയ്യോ, പക്ഷെ അച്ഛനുണ്ടല്ലോ, അച്ഛമ്മ പാടൊന്നും പറഞ്ഞിട്ടേ ഇല്ല. അവന് ഒന്നിനും സമയമില്ല, എന്ത് ചോദിച്ചാലും സമയമില്ല, സമയമില്ല. ഇവൻ നന്നായി ഡാൻസ് ചെയ്യും. പിന്നെ ഉണ്ടായിരിക്കട കള്ള. എല്ലാം ചെയ്യും, രണ്ടും ചെയ്യും. പാട്ട് പാടും, ഡാൻസ് ചെയ്യുന്നുണ്ടേ. ഇപ്പൊ കാറും തുടങ്ങി. നീ ഒരു ദിവസം ഡാൻസ് ചെയ്യണം കേട്ടോ, പിള്ളേർക്ക് കാണിച്ചു കൊടുക്കണം. അപ്പൊ ഞങ്ങളും ചെയ്യും. എടാ ഞാനും ചെയ്യും. അതാണ് നീ ചെയ്താല്, നീ ഡാൻസ് ചെയ്യാൻ ഞാനും ചെയ്യും. ഞാൻ ചെയ്യാം. എന്നാ അത് പൊളിക്കും. അപ്പച്ചി ചിന്നു അപ്പച്ചി. ചിന്നു അവിടെ ഉണ്ടല്ലോ, അവിടെ മേളിലുണ്ടല്ലേ? അവിടെ ഉണ്ട്. മോളോ? ഞാൻ ഇപ്പോഴും വരാം. ഇവൻ ഈ ഒരു വിചാരം കൊണ്ടുപോയി
കണ്ടോ കാറ് കുറച്ചു ചിന്നു ചിന്നു ചിന്നു. ചിരിയും മൊഴിയും ചേരും തട്ടുപൊളിപ്പൻ കൂടാണേ എന്നിഷ്ടം നിന്നിഷ്ടം ഒത്താലോ തന്നിഷ്ടം പിടിപലി കളി ചിരിപൂരം മുരളയ്ക്കു പേര്